പൊതുവെ ഓൺ വോയിസ് വീഡിയോകൾ ചെയ്യാൻ വളരെ മടിയും ഭയങ്കര കോൺഫിഡൻസ് കുറവുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ എനിക്കിപ്പം അപാര കോൺഫിഡൻസ് ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീസെൻ്റായിട്ട് എൻ്റെ ഇന്നൊരു ചെറിയ പാകപ്പഴ മൂലം എൻ്റെ മുടിയൊന്ന് കുറച്ച് കയറിപ്പോയി. അത് കഴിഞ്ഞ് എനിക്ക് അപാര കോൺഫിഡൻസും അപാര തൊലിക്കെട്ടിയുമാണ്. ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പറ്റിയൊരബദ്ധമാണെങ്കിൽ കൂടി അത് കഴിഞ്ഞിട്ട് ഉണ്ടായ ഒരു ചെറിയൊരു നമുക്ക് പുറത്തിറങ്ങാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ, അത് കഴിഞ്ഞ് നമ്മളത് എങ്ങനെ എനിക്ക് പറഞ്ഞു തരേണ്ടതെന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷെ നമ്മൾ കുറച്ചും കൂടി ഇനിഷ്യേറ്റ് ചെയ്ത് നമ്മൾ പുറത്തോട്ടിറങ്ങില്ലേ, എന്തേലും ആട്ടെ, സ്റ്റിൽ എൻ്റെ ഹെയർസ് ഇതിടും ഇങ്ങനെ വരുമ്പം ഇതിങ്ങനെ വരും. അപ്പം ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ വെച്ചിട്ടാണ് ഞാൻ പുറത്തോട്ടിറങ്ങുന്നത്. അതൊരു കൈൻഡ് ഓഫ് കോൺഫിഡൻസ് ആണ്. ഈ ഒരു ഇൻസിഡൻറ്റ് മൂലം അതുപോലെ തന്നെയാണ് എനിക്ക് എൻ്റെ സൗണ്ട് സംസാരിക്കുമ്പോൾ എനിക്ക് ഓൺ വോയിസ് വീഡിയോസ് എടുക്കാനായിട്ട് ഭയങ്കര എന്താ പറയുക, എനിക്ക് ഒട്ടും ധൈര്യം ഇല്ലാത്ത ഒരാളാണ്. എൻ്റെ സൗണ്ട് ഇത്രയും വലിയൊരു ശരീരത്തിൽ നിന്ന് ഈ ഒരു സൗണ്ട് പുറത്തോട്ട് വരുമ്പോഴത്തേക്കും എങ്ങനെയായിരിക്കും റെസ്പോണ്ട്, ഒരുമാതിരി കോഴിക്കുഞ്ഞിനെ പോലെ ഇരിക്കുമോ അന്നൊക്കെ ഒരിത്. പക്ഷേ എനിക്കറിയുന്നുണ്ട്, ചിലപ്പോൾ മുടി വെട്ടിയതുകൊണ്ടായിരിക്കണം ഓക്കെ ആ മുടി പോയി, ആ ഒരു സെറ്റപ്പായി എനിക്കൊരു എന്താ ഒരു കോൺഫിഡൻസ് വന്നു തുടങ്ങി. അതുകൊണ്ടാണ് ഞാനൊരു ഓൺ വോയിസ് വീഡിയോ ഇട്ട് നോക്കാം എങ്ങനെ ഇരിക്കും എന്നറിയാം എന്നോർത്തത്. ഫസ്റ്റ് ഓഫ് ഓൾ മുടി വെട്ടിക്കഴിഞ്ഞിട്ടുള്ളൊരു എനിക്കറിയാൻ പാടില്ല എനിക്ക് എവിടെ നിന്നൊക്കെയാണ് മെസ്സേജ് വരുന്നതെന്ന്. എൻ്റെ മുടിക്ക് ഇത്രയും ഫാൻസ് ഉണ്ടായിരുന്നു ഞാൻ അറിഞ്ഞില്ല, സീരിയസ്ലി. പക്ഷെ സംഭവിച്ചു പോയി. നമുക്കിനി അതൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി മുടി വളരുന്നിടം വരെ ഈ ഒരു സെയിം ഹെയർ സ്റ്റൈലിൽ മാത്രമേ നിങ്ങൾക്ക് എന്നെ കാണാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ഞാനിങ്ങനെ വകഞ്ഞൊക്കെ വെച്ച് നോക്കുന്നുണ്ട്, പക്ഷെ അത് വർക്കൗട്ട് ഇതിങ്ങനെ പൊങ്ങി വരും അങ്ങനെ. സോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഓൺ വോയിസ് വീഡിയോകൾ ഇടാൻ വളരെയധികം ഇങ്ങനെ താല്പര്യപ്പെടുന്നു. നോക്കട്ടെ, ഇതൊരു ട്രയൽ വീഡിയോ ആണ് ശരിക്കും. ഇതൊരു കൈൻഡ് ഓഫ് ഒരു ഇനിഷ്യേറ്റിംഗ് ആണ് എന്നെ സംബന്ധിച്ച്. അത്രയൊക്കെ പറയാനുള്ളൂ. മുടി വളർത്താനുള്ള പരിപാടികളൊക്കെ ഞാൻ ചെയ്തു തുടങ്ങുന്നു, വളർന്നിരുന്നെങ്കിൽ. പിന്നെ കുറേ ആൾക്കാർ എനിക്ക് കേൾ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ കുറേ സജഷൻസും കുറേ മെസ്സേജസും വരുന്നുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. കേൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് പറയാം, ഞാനൊന്ന് കേൾ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതിനൊന്നും ലെങ്ത് ഇല്ലാത്തതുകൊണ്ട് ഇതിങ്ങനെ ചുരുണ്ട് നമ്മുടെ ചെമ്മീൻ്റെ സിനിമയ്ക്കകത്ത് പ്രേം നസീറിൻ്റെ ആണോ സത്യൻ്റെ ആണോ ഒരു മുടി ഇങ്ങനെ ഇരിക്കുമല്ലോ, ഞാൻ പറയാം, പഞ്ചാബി ഹൗസിലെ രമണൻ്റെ മുടി ഇരിക്കുന്ന പോലെ അതുപോലെ ഇരിക്കും എൻ്റെ മുടി. അതുകൊണ്ടാണ് ഞാൻ പല ഹെയർ സ്റ്റൈലുകളും തപ്പി നോക്കി. പക്ഷെ ഇത് മാത്രം ഒരു കുറച്ച്, എന്നാലും യു ക്യാൻ സീ സം മോർ ബേബി ഹെയർസ് റൈറ്റ്. തൽക്കാലം ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക, ഹാപ്പി ആയിട്ട് പോവുക, അത്ര തന്നെ. ഓക്കെ, ബൈ ഗൈസ്.